അതിന്റെ തീരോട്ട് ഇടും. അപ്പൊ ഞങ്ങളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അപ്പൊ പേര് പോലെ തന്നെ ഞങ്ങൾ നമ്മൾ ചെയ്യാമെന്ന പരിപാടി എന്ന് വെച്ചാൽ ഇളനീർ നെത്തോലിയും ചോറും. നമ്മുടെ കുറച്ച് വീഡിയോസ് ഒക്കെ ഈയിടെയായിട്ട് ഇറങ്ങുന്നുണ്ട്. ഈ കരിക്കിനകത്ത് ചിക്കൻ വെച്ചും ബീഫ് വെച്ചും മീനിന്റെ പല ഐറ്റങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം ചെയ്യാനായിട്ട് അങ്ങനെ അല്ലേ. അപ്പൊ ആ ഒരു കൗതുകത്തിൽ ഞങ്ങൾ രാവിലെ പോയി കരിക്കൊക്കെ വാങ്ങിച്ച് കുറച്ച് നെത്തോലി, മീനൊക്കെ നല്ല വില കേട്ടോ. അപ്പൊ അത് വെച്ച് പോകാതെ ചിക്കൻ വാങ്ങിച്ചാൽ മതിയായിരുന്നു പിന്നെ ആലോചിച്ചത്. ഓക്കെ, അപ്പം കുറച്ച് നെത്തോലി വാങ്ങിച്ചു, ബാക്കി കുറച്ച് ഐറ്റംസ് എല്ലാം കൂടെ സംഘടിപ്പിച്ച് അപ്പൊ നമ്മളും ചെയ്തു നോക്കാനായിട്ടാണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഉള്ളി, തക്കാളി, മല്ലിയില, പച്ചമുളക് എല്ലാം അവിടെ മിക്സ് ചെയ്ത് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വേണ്ട കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കൂടാതെ നമ്മുടെ മെയിൻ ഐറ്റം നെത്തോലി, കഴുകി വെട്ടി വാരി വെച്ച നെത്തോലി. ഓക്കെ, നമ്മൾ വേണ്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഉപ്പ്, ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കും. കാര്യം ഇതിനകത്ത് രണ്ടാമത് നമുക്ക് ഉപ്പ് ചേർക്കാനൊന്നും പറ്റുന്നതല്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഫിഷ് മസാല, ഉലുവ, കുരുമുളക്, കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. ഇനി മിക്സ് വെൽ, ഇളക്കുക. ടർമറിക് വാട്ടർ. അതിന്റെ അഹങ്കാരമുണ്ട്. എടാ നേരെ ആയി നോക്കത്, നേരെ ആയി നോക്കത്. പുളിച്ച് കൂടുതലാണ്. നമ്മുടെ വീട്ടിൽ തന്നെ കിളിച്ച പുളിയാ. പിന്നെ അടുത്ത വെച്ചാൽ ഇവനെ അങ്ങോട്ട് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യും. ഓക്കെ, ഫില്ല് ചെയ്തിട്ട് മൈദ വെച്ചങ്ങ് അടയ്ക്കും. അടച്ചിട്ട് നമ്മൾ ചുട്ട അങ്ങോട്ട് തീ നല്ല കനലിയിട്ട്, കനലല്ല തീ ഉണ്ട്, തീക്കകത്തിട്ട് നല്ലോണം വേവിച്ച് ഒരു 25-30 മിനിറ്റ്, 30 വേണ്ട 25 മിനിറ്റ് മതി. ആ കറി ഇച്ചിരി ചോറും കൂട്ടി ഒരു പിടി പിടിച്ചാൽ പിന്നെ അന്ന് ഒന്നും കഴിക്കണം. അത്ര ഹെവി ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. കാരണം ഇത് മീൻ വിലക്കുറവുള്ള മീനാണ്. തമ്മി ഭേദം ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാൽ. നമുക്ക് മറച്ചു കൊടുക്കാം. അയ്യോ, കുറച്ചും ഞാൻ പറഞ്ഞിട്ട് അടുത്തിരുന്നപ്പോഴാണ് ഒരു ഭീകരത എനിക്ക് മനസ്സിലായി. മണത്തിൻ്റെ ഈ മണം മാത്രം മതി ചോറിന്. വെള്ളം കറി വയ്ക്കല്ലേ, എന്നെ കുളിപ്പിക്കും മാറി മീന് നിനക്കോ. നല്ല നാച്ചുറൽ ഹാബിറ്ററ്റ്. എത്ര മിനിറ്റ് ഇരിക്കണം? എത്ര മിനിറ്റ് ഇരിക്കണം? 10 രൂപ എത്തിക്കണം. മസാല എങ്ങനെ അടിക്കുന്നു?
അപ്പോൾ ഞങ്ങൾ നമ്മുടെ വേണ്ട കരിക്കിൽ നമ്മൾ നിറച്ച് താണ്ട മൈദയെ കൊട്ടിച്ച് എല്ലാം ഇതാക്കി വെച്ചേക്കുവാണെങ്കിൽ നമുക്കിത് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. ചൂടുണ്ടോ? ചൂടൊന്നുമില്ല, പെയ്യ വെച്ചാൽ മതി. ഇവിടെ ചൂടുണ്ട് കേട്ടോ. അപ്പോഴേ അരമണിക്കൂറെ അടുപ്പിച്ച കാര്യം നമ്മൾ വന്നപ്പോൾ ഒരു ഉന്മേഷിപ്പം ഇല്ല. എന്താ കാര്യം? എന്താ സാണ്ടായിക്കുന്നു വരുന്നതൊക്കെ പയ്യ. അപ്പം മണി ഇപ്പം 4 മണി ആവാറായി. നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഈ കനലിൽ നിന്ന് മാറ്റിയിട്ട് തട്ടി സെറ്റ് ചെയ്ത് കഴിക്കുള്ള പരിപാടിയാണ്. ചച്ചു മതി നല്ലോണം ബന്ധം തോന്നും. എന്തോ പോവാൻ വൈകി അതൊക്കെ പറഞ്ഞ കൂട്ടാ. എപ്പോഴും പോയി പാട്ടുകാരനെ ഒരു പാട്ട് ബാക്കി മസാല വന്നത് അതിനകത്ത് സെറ്റ് ചെയ്യുന്ന നെത്തോലി കേട്ടാ. ഈ നെത്തോലിയുടെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്ക് അറിയാലോ. ഭയങ്കര സ്വാദാണ് സംഭവം. വേറെ ഒന്നുമില്ല, മസാല നെത്തോലി വറുത്തപ്പോഴും നൈസ്. നമ്മുടെ ആ മസാലയൊക്കെ തുറത്തേട്ടാ. അത് ആദ്യമേ എല്ലാം 3 എടുത്തോണ്ട് വന്നു. സംഭവേ വിജയിച്ചോ ഇല്ലെന്ന് ഇപ്പോൾ പറയാമേ. ഓരോന്ന് പൊട്ടിക്കുക. ഓ എൻ്റെ പള്ളി നോക്കടാ. മണം അടിക്കുന്ന നോക്കണേ. എന്റെ വയണയിലാണ് മണമില്ലേ. വേണ്ട ഫസ്റ്റിൽ നമ്മൾ റിട്ടാൻ പോകട്ടെ. കുത്തിയിരുന്നോ? വെല്ലെണ്ണോ? നോക്ക് നീ കാണിച്ചു ഇതിങ്ങനെ ചോറിൻ്റെ കൂടെ നല്ല ചിപ്സ്, നല്ല ചക്ക വറ്റൽ, ഇങ്ങോട്ട് തൈര്. എന്ത് ഓണോ? ചക്ക അല്ലടാ, ചക്കയാടാ പൊട്ട. ഇതിനകത്ത് കരിക്കുണ്ട് കേട്ടോ. ഈ കരിക്കൊന്ന് തിന്നാടെ പൊട്ടോ. ഇത് ഞങ്ങളുടെ ചാനലിലെ ആദ്യത്തെ അടിപൊളി വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല കിടിലം കരിക്കിനകത്ത് സെറ്റ് ചെയ്തെടുത്ത് നമ്മുടെ അല്ലേ മണം നെത്തോലി സഹിക്കപ്പെടും. പിന്നെ നമുക്ക് നെത്തോലി ഈ കരിക്ക് 3 എണ്ണം ചെറുതായിരുന്നു. അപ്പം കുറച്ച് നെത്തോലി അധികം വന്നപ്പോൾ അത് നമ്മൾ വറുത്തെടുത്തു. പിന്നെ ചാച്ചുവിൻ്റെ വീട്ടിലെ ചക്കവല്ല് അസാധ്യമായ മണം അടിക്കുന്നത്. ചക്കവല്ല് സൂപ്പറാട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും എടുത്തോ? എല്ലാവരും എല്ലാ സൈഡിൽ നിന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്തു. മറ്റേ മീൻ കറി എടുത്തേ ഇങ്ങനെ അങ്ങോട്ട് തരണം. ഗ്രേവിയാണ് മീൻ. ഫ്രൈയും ഇച്ചിരി ചിപ്സും. അതെ, ആദ്യം എൻ്റെ പ്രേക്ഷകർക്ക് കുറച്ച് കൊടുക്കാം. ആരും കൊടുത്തില്ല. ഞാൻ കൊടുത്തു. പ്രേക്ഷകർന്ന് വന്നേ എനിക്കാ പ്രേക്ഷകരാ. അസാധ്യം ടേസ്റ്റ് കേട്ടോ. നല്ല പ്രീമിയം സാധനം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതെ, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതാ ക്വാളിറ്റി. അവിടെ മീൻ കണ്ടോ? അതെ അതെ അതെ. ഇത് ഇങ്ങനെ അടയാന്തോ ഇതൊക്കെ കൊണ്ട് മാറ്റിയിട്ട് അടയത്ത്. ഇത് കുറച്ച് ഫ്രൈ, കുറച്ചാണ്ട് ഇതിൻ്റെ ചാറ്, പിന്നെ കുറച്ച് നമ്മുടെ സ്പെഷ്യൽ സാധനം. ഇതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി കുഴച്ചാണ്ട്
അപ്പം ഇത് തിന്നറച്ച് സമയം എടുക്കും സാധനമുണ്ട് അടിപൊളി കിട്ടിയ സാധനം നല്ല മെനക്കാണോ തീകരിച്ച് ഇവിടെ ഒരുപാട് ചുള്ളിക്കൊമ്പുണ്ടാണ്ട് കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് റീച്ച് ആക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും കിട്ടിയ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ.